പടം മാസാണ്, മസ്റ്റ് തിയേറ്റർ വാച്ച്. സൗബിന് ഒരു രക്ഷയില്ല. അമീർഖാന്റെ ക്യാമിയോ ചുമ്മാ നല്ല സിനിമ അടിപൊളി 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 സീൻ എല്ലാരും തകർത്തു. நீங்க போய் பாருங்க ஒண்ணுமே பேச முடியல கத்திட்டு. பழைய ரஜினிகாந்த் பார்க்கலாம் நீங்க. பழைய ரஜினிகாந்த் மாஸ் தளபதி ரெஃபரன்ஸ் அவ்வளவுதான். 100 ഭാഷ പടം കൊള്ളാം. കുറച്ച് ക്ലൈമാക്സ് കുറച്ച് സ്ലോ ആയി, പക്ഷെ പടം കൊള്ളാം. കാരണം ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് പടം എടുക്കാൻ ലോകേഷിനെ കഴിഞ്ഞേ പറ്റും. പിന്നെ ഇപ്പോഴും ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോ സീൻസൊക്കെ ഇപ്പോഴും ഓരോ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര മോശം കാര്യം. നമുക്ക് ഓരോ ഇൻട്രോയ്ക്ക് നല്ല ഹൈപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ, പക്ഷെ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പടം ഒരു രക്ഷയില്ല. അവരെ ഒരു ചെറിയൊരു രീതിയിൽ താന്ന് പോയാൽ പോലും ഇടയ്ക്ക് കൂടെ ഹപ്പാക്കാനും ഹൈ ആക്കാനും ഓരോരോ സീൻ വെച്ചിട്ടുണ്ട്. അത്ര അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഡിയൻസിന്റെ കൂടെ തന്നെ കാണുമ്പോൾ വേറെ രീതിയിൽ ഹൈപ്പ് ആകും. അടിപൊളി. ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലേ, സൗബിന് കുറച്ചും കൂടെ സ്ക്രീൻ പ്രസൻസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ പടത്തിൽ സൗബിൻ കലക്കിയിട്ടുണ്ട്. ശരിക്ക് നല്ലോണം സീനുണ്ട്, അടിപൊളിയുണ്ട്. സൗബിൻ മുഴുവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് സൂപ്പർ സ്റ്റാർ ചിത്രം എന്നുള്ള നിലയ്ക്ക് പോയിട്ട് ആക്ഷൻ മാത്രം പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല. ഇത് ഇപ്പൊ രജനികാന്ത് കുറച്ചാളായിട്ട് ഈ ക്ലാസ് മാസം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതും അങ്ങനെ തന്നെ ബോറടിക്കില്ല. ഒരു വൺ ടൈം വാച്ച് നമ്മൾ പറഞ്ഞിട്ട് ബിലോ ആവറേജ് അല്ല, ആവറേജ് പടം. എല്ലാവരും എക്സൈറ്റ്മെന്റ് ഒന്നും വേണ്ട, ഇത്ര ഹൈപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സിനിമയ്ക്ക്. പക്ഷെ കാണാം, ലോകേഷും രജനികാന്തും ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ഉള്ളവരെ കൊണ്ട് കാണാൻ പറ്റും. അല്ലാതെ ഈ പറയണ പോലെ വലിയ ഒരു ഹൈപ്പൊന്നും കൊടുക്കണ്ട. ഞാൻ ഹൈപ്പ് കൊടുത്തിട്ടാണ് വന്നത്. കാണാം, ജസ്റ്റ് കാണാൻ പറ്റില്ല. ഇല്ല ബ്രോ, എക്സ്പെക്ടേഷനേ വേണ്ട. എന്തിനാ ഒരു സൗബിന് അടിപൊളി, പൊളിച്ചു, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട്. സാധാരണ പടത്തിന്റെ അത്രയില്ല. ലോകേഷിന്റെ സിനിമ അതിൽ വരൂല പറയാൻ പോയി കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അതാണ്. ലോകേഷ് അങ്ങനെ കത്തിച്ചിട്ടൊന്നുമില്ല, പക്ഷെ വൺ ടൈം കണ്ടിരിക്കാം. എന്താ ആ ലാസ്റ്റ് ക്ലൈമാക്സിലേക്കാണ് പിന്നെയും ഉള്ളത്. ഓക്കെ, കുഴപ്പമില്ല. പടം ഒരു എബവ് ആവറേജ് പടം. സൗബിന് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നിയത് വെച്ചാൽ രജനീകാന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മാസം മാത്രം പ്രതീക്ഷിച്ച് പോയിട്ട് കാര്യമില്ല. ക്ലാസ് മാസം കൂടെ മിക്സിംഗ് ആണ് പടം. ഈ ഗ്യാങ് സ്റ്റോറി മറ്റേ ആളെ സ്ഥിരം മറ്റേ ഗ്യാങ്സ്റ്റർ മൂവി ഇല്ല, ആ ടൈപ്പ് സാധനം തന്നെ. അതിൽ കഥയിലൊന്നും വലിയ പുതുമ എന്ന് പറയാനില്ല. എന്നാലും എനിക്ക് തോന്നിയത് ക്ലാസ് മാസം കൂടെ മിക്സ് ചെയ്യണം, കുറച്ചും കൂടെ മാസം വേണമായിരുന്നു തോന്നി. സൗബിൻ അടിപൊളിയായിട്ട്, ആമീർ ഖാൻ അടിപൊളിയായിട്ട്. ലാസ്റ്റ് ചില അറിയാലോ, അത് കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ, ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈലന്റ് ഇല്ല. അത് ഈ കഥ ഇവിടെ തീർന്നു. പിന്നെ നമ്മള് LCU-ലൊന്നുമില്ല, LCU-ല് ഉള്ള പരിപാടി ഒന്നും ഇല്ല. സൗബിന്റെ അഴിഞ്ഞാട്ടം തന്നെ. സൗബിൻ നമ്മള് ട്രെയിലർ കാണുമ്പോൾ അറിയാം, സൗബിൻ കുറച്ച് സ്പേസ് കൂടുതലുണ്ടാവണം. ആ സൗബിൻ അടിപൊളിയായിട്ട്, നമുക്കൊന്നും പറയാനില്ല. ഇത് സൗബിൻ പാൻ ഇന്ത്യൻ ലെവലിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉഷാറാണ്. ആള് ഇനി കൂടുതൽ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കിട്ടാത്തൊരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോട്ട് നമ്മള് എല്ലാ ബുക്കിങ്ങും കുറെ ആൾക്കാരെ വിളിച്ചൊക്കെ ബുക്ക് ചെയ്യിപ്പിച്ചാ. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര എക്സ്പെക്ടേഷൻ വേണ്ട. എക്സ്പെക്ടേഷൻ വേണ്ട, തീരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ രാവിലെ നേരത്തെ എൻ്റെ വർക്കൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടിയിട്ടില്ല മൂവിക്ക്. സ്പെഷ്യലായിട്ട് സൗബിൻ ഉണ്ട്, അതുപോലെ സ്കോർ ചെയ്തത് നാഗാർജുൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു എല്ലാം എക്സ്റ്റിമേറ്റഡ് ആണ്. പുള്ളി കാണിച്ച എല്ലാം അടിപൊളിയാണ്. പിന്നെ രജനീകാന്തിന്റെ ഈ പറഞ്ഞ പോലെ നല്ല കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ എനിക്ക് ഫീൽ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി മൂവി ലോകേഷിന്റെ ഒരു ഫീൽ തന്നെ കിട്ടുന്നില്ല. വെറുതെ മ്യൂസിക് പറയാനല്ല ബ്രോ. ആക്ച്വലി അനിയുടെ മ്യൂസിക് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരേ പാറ്റേൺ യൂസ് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് മീഡിയയിൽ പറയുകയാണെങ്കിൽ പറയാം അടിപൊളിയാണ് മൂവി, എല്ലാവരും ഒന്ന് കണ്ടോന്നൊക്കെ പറയാം. വെറുതെ എന്തിനാ പൈസ കൊണ്ടേ ആ ഒരു ഫീല് അതൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ കാഴ്ചയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ മാറുകയും ചെയ്തൊരവസ്ഥയിൽ തലൈവരുടെ ഒരു മാസ് പെർഫോമൻസ് ആയിട്ടാണ് ഈ സിനിമ നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു സന്ദേശമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ സിനിമയിലുള്ളത്. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് അണ്ണൻ്റെ ആ ഒരു മാസ് ആസ്വദിക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമ കൂടുതലൊന്നും പറയുന്നില്ല. സൗബിൻ ഗംഭീരമായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സൗബിനെ സംബന്ധിച്ചോളം സൗബിൻ ഒരു മലയാളി നടൻ എന്ന
മട്ടിലുള്ളൊരു ഉണ്ടല്ലോ. പിന്നെ അയാളുടെ കഴിഞ്ഞ ഒരു നടികർ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മളെ നിരാശപ്പെടുത്തിയെങ്കിലും ഇത് നല്ല ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇഷ്ടപ്പെട്ടു. ആ